ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നൊരു സൺഡേ വീക്കെൻഡ് വ്ലോഗാട്ടോ. അഷിക ഷാർജയിൽ ഒരു ആവശ്യത്തിന് പോകാനുണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു ഒരു കുഞ്ഞ് ട്രിപ്പാക്കാം. നമ്മളെന്ന് പറയുമ്പോൾ ഞാൻ അഷികേൻ്റെ ഫ്രണ്ട്, വൈഫ് അങ്ങനെ കുട്ടാ പിന്നെ താഴെ വെച്ചൊരു നേരെ ഓടിപ്പോകുന്ന കേട്ടോ. അങ്ങനെ അഷിക പോയി പിടിച്ചെൻ്റെ കാണുന്നത്. അങ്ങനെ ഓൻ വണ്ടിയിലെത്തിയൊരു ഓൻ കിടന്നങ്ങ് ഉറങ്ങിക്കേട്ടാ. അങ്ങനെ ഇപ്പം ഞാൻ വിചാരിക്കുന്നത് UAE എന്തിനാണ് ഈ നിയമം വന്നതെന്ന്. അപ്പോൾ എന്ത് നിയമം എന്നല്ല നിങ്ങൾ ആലോചിക്കുന്നത്. നമുക്ക് ചെറിയ കുട്ടികളെയും കൊണ്ട് മുന്നിലിരിക്കാൻ പറ്റാത്തത് ചില സമയത്ത് നമുക്കിത് ഭയങ്കര റിസ്ക്കായിട്ട് തോന്നും. സംഭവം നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ ബാക്കിലിരിക്കുക, അവർ മുന്നിലിരിക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ കുറച്ച് തുറക്കിയതിന് ശേഷം കുട്ടാ പിണിച്ചിട്ട് ഓരോരോ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഓരോരോ വണ്ടിയിൽ ഇങ്ങനെ ഒട്ടകത്തിനൊക്കെ കൊണ്ടുപോകുമ്പോൾ അതാവുമ്പോൾ ഭയങ്കര അതിശയത്തോടെ ഇങ്ങനെ നോക്കിയേക്കാട്ടോ. അങ്ങനെ ഷാർജയിൽ എത്തിയപ്പോൾ അഷിക ഒരു ക്രീം തന്നെ കൊണ്ടുവന്നിട്ട് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ക്രീം തന്നെ തിന്നോക്കെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഷാർജയിൽ നേരെ നമ്മൾ പോയി അജ്മാനിലേക്ക് കേട്ടോ. അഷികേൻ്റെ വീടിൻ്റെ നേരെ മുന്നിൽ തന്നെയുള്ള ഒരാൾ അജ്മാനിലുണ്ടായിരുന്നു കേട്ടോ. കുട്ടാപ്പിക്ക് ചെറുപ്പത്തിൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളും കൂടിയാണ്. അങ്ങനെ അവിടെ പോയി അവരെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ വിചാരിച്ച് ഇനി നേരെ ദുബായ് മാളിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് മാഷാഅല്ലാഹ് നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കൊക്കെ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണല്ലേ. എനിക്കും പണ്ടത്തെക്കാളും എനിക്കും കുറച്ചും കൂടി ട്രാവലൊക്കെ ചെയ്യാൻ കുറച്ചും കൂടി ഇഷ്ടമാണ്. അത് ഉണ്ടായതിന് ശേഷം കുട്ടാപ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ട്രാവൽ ചെയ്യാനും ഓരോന്ന് എക്സ്പ്ലോർ ചെയ്യാനും. ഒന്നാമത് അവനിപ്പോൾ നടത്തം പഠിച്ചൊരു ടൈമാണ്. അപ്പോൾ അവനിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നടന്നു പോകാനൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ പേരൻസിന് വേറെ ഒരു ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നാട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ ചെറിയൊരു രീതിക്ക് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു അവനിവിടെ റൂമിൽ തന്നെ ആയിട്ട് അവൻ ഓക്കെ ആയിരിക്കുമെന്ന്. പക്ഷേങ്കിൽ അൽഹംദുലില്ലാ അവൻ ഒരുപാട് ഹാപ്പിയാണ്. അവൻ്റെ കൂടെ നമ്മൾ എവിടെ നിന്ന് കളിച്ചു കൊടുത്താലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ദുബായ് മാളെത്തി. അങ്ങനെ നമ്മൾ പാർക്കിങ്ങിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണ്, പാർക്കിങ് എവിടെയാണെന്നുള്ള. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ആദമിനെ സ്റ്റോളർ മേലെ ഇരുത്തി. കാരണം ഇവിടെ നിന്നൊന്നും നടക്കാൻ വിട്ടാൽ ശരിയാവില്ല. ഓരോരോ വഴിക്ക് പോയാൽ അത്രയും തിരക്കുള്ളൊരു ഇതാണ്. അപ്പോൾ അങ്ങനെ അവനെ ഇടാൻ പറ്റില്ല. അപ്പോൾ ഇവിടെയൊക്കെ എത്തിയാലും ഞങ്ങൾ കപ്പിൾ ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോൾ ആ ഒരു ലൈറ്റിൻ്റെ ഇത് കാരണം നമുക്ക് ഇതാക്കാൻ പറ്റുന്നില്ല. ഫോട്ടോ എടുക്കുമ്പോൾ വേറെ ഒരു ലൈറ്റും കാര്യങ്ങളായിട്ടാണ് വരുന്നത് കേട്ടോ. അങ്ങനെ അവൻ ഓരോന്ന് കണ്ടിട്ട് അവന് കൈയൊക്കെ ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ആഷികയ്ക്ക് ഭയങ്കര ഒരു സംശയം, ഇതിൻ്റെ തന്നെയാണോ ഇതെന്നൊക്കെ അങ്ങനെ പല പല സംശയങ്ങളും കാര്യങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ ഇവിടെ വെള്ളച്ചാട്ടം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല, എനിക്ക് നീന്താൻ അറിഞ്ഞൂടെങ്കിലും വെള്ളച്ചാട്ടം കാണുമ്പോൾ എനിക്ക് വെള്ളത്തിൽ നിന്ന് നീന്തണമെന്ന് തോന്നും. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ആഷിക പറഞ്ഞ് അവനെ അതിൻ്റെ ഉള്ളിൽ കീച്ച് വിടാമെന്നും പറഞ്ഞ് പോകുന്ന കേട്ടോ. പക്ഷേ എങ്കിൽ കീച്ച് വിടാൻ പറ്റിയില്ല. അപ്പോൾ എന്തൊക്കെ സെക്യൂരിറ്റി ഒക്കെ വന്നിട്ട് അവിടെയുള്ള കുട്ടികളെ തന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞിട്ടേക്കുന്നു കേട്ടോ. അങ്ങനെ ഈ ഒരു തിരക്ക് നിങ്ങൾ കാണുന്നത് ബുർജ് ഖലീഫേൻ്റെ വ്യൂവും അതുപോലെ തന്നെ വാട്ടർ ഷോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം കുട്ടാ പിന്നെ താഴെ വെച്ചാട്ടോ ഞങ്ങളിപ്പം കാണുന്നത്. പിടിക്കുന്നൊന്നും തീരെ നമ്മൾ കൈ പിടിക്കുന്നൊന്നും തീരെ ഇഷ്ടമല്ല. അങ്ങ് പോകണം. അങ്ങനെ നമ്മൾ ഇവിടുന്ന് നേരെ റൂമിലേക്ക് റിട്ടേൺ അടിച്ചേട്ടാ. അപ്പോൾ ഉച്ചയ്ക്ക് ഹെവി ആയിട്ട് കഴിച്ചത് കൊണ്ടും രാത്രി വെളിങ്ങനെ വേണ്ടാത്തത് കൊണ്ടും നമ്മൾ പറഞ്ഞാൽ നമുക്ക് റെസ്റ്റോറൻറ്റ് കയറിയിട്ട് എന്തെങ്കിലും ചെറുങ്ങനെ കഴിക്കാമെന്ന്. അപ്പോൾ അവിടെ കയറിയപ്പോൾ ആദമിന് അവർ നമ്മളിങ്ങനെ വരുമ്പോൾ എരിവുള്ള പോപ്കോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ തിന്നല്ല എന്നാണ് വിചാരിച്ചത്. നോക്കുമ്പോൾ അവനാണ് അത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.